ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വന്നതിന് ശേഷം ആദ്യമായിട്ട് ആവശ്യപ്പെടാൻ പോകുന്ന ഒരു കാര്യം ഇതായിരിക്കും: റേപ്പ് നിയമവിധേയമാക്കണമെന്ന്. കോൺഗ്രസിനകത്ത് ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ഉണ്ട്. ഈ ക്രിമിനൽ സിൻഡിക്കേറ്റാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കോൺഗ്രസിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്: ബാംഗ്ലൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ബന്ധം എന്താണ്? ഒരു ബന്ധവും ഇല്ല. പക്ഷെ പിന്നീട് അവിടെ ആർക്കാണ് ബന്ധമുള്ളത്? AICCയുടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് ഷാഫി പറമ്പിലിന് ബാംഗ്ലൂരിൻ്റെ ചുമതല ഉണ്ടായിരുന്നതേ. ഈ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഈ ക്രിമിനൽ സിൻഡിക്കേറ്റിൻ്റെ മുഖം കേരളത്തിന് മനസ്സിലായില്ലായിരുന്നുവെങ്കിൽ ഈ സിൻഡിക്കേറ്റ് കേരളത്തെ തന്നെ വിഴുങ്ങുമായിരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തെ നേരിടുന്ന ഒരു ജനകീയ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു സമരം നടത്തിയതിൻ്റെ പേരിലോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു സമരത്തിൻ്റെ പേരിലോ ഒന്നുമല്ല ഇവർ അറിയപ്പെടുന്നത്. ഇവരാകെപ്പാടെ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ റീൽസ് മത്സരം മാത്രമാണ്. ഒരു പ്രതിപക്ഷ പ്രവർത്തനവുമില്ലാതെ, കാരണം പരാജയപ്പെട്ടു പോയിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷന്മാരിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഷാഫി പറമ്പിൽ. ഈ ആരാധകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ട് തല്ലാനും കൊല്ലാനൊന്നും നിൽക്കത്തില്ല. സോഷ്യൽ മീഡിയയിൽ എന്ത് കൊട്ടേഷൻ ഇവരേറ്റെടുക്കും. ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാരെ ഒക്കെ പേടിപ്പിച്ച്, ഒരു വിരൽത്തുമ്പിൽ പേടിപ്പിച്ച് നിർത്താൻ ശേഷിയുള്ളവരായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും എങ്ങനെ മാറി? നമസ്കാരം. കോൺഗ്രസിനെ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കാന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ഉണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും കോൺഗ്രസിനകത്ത് ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത് ഒരു പക്ഷേ ഗതികേട് എന്ന് തന്നെ പറയേണ്ടി വരും. അതൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിനകത്ത് ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ഉണ്ട്. ഈ ക്രിമിനൽ സിൻഡിക്കേറ്റാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കോൺഗ്രസിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് 2021 തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷ നേതാവിൻ്റെ തെരഞ്ഞെടുപ്പ് തന്നെ. കാരണം പാർലമെൻ്ററി പാർട്ടിക്കകത്തും അതോടൊപ്പം തന്നെ UDFൻ്റെ പാർലമെൻ്ററി പാർട്ടിക്കകത്തും കൂടുതൽ പിന്തുണയുണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയെ മറികടന്നുകൊണ്ട് VD സതീശൻ എങ്ങനെ പ്രതിപക്ഷ നേതാവായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഈ ക്രിമിനൽ സിൻഡിക്കേറ്റ് തന്നെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഈ ക്രിമിനൽ സിൻഡിക്കേറ്റിൻ്റെ മുഖം കേരളത്തിന് മനസ്സിലായില്ലായിരുന്നുവെങ്കിൽ ഈ സിൻഡിക്കേറ്റ് കേരളത്തെ തന്നെ വിഴുങ്ങുമായിരുന്നു. കാരണം ഇവർക്ക് ആവശ്യത്തിന് പണമുണ്ട്. ഈ പണം ഇവർ എങ്ങനെ സമ്പാദിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും അവ്യക്തമായിട്ടാണ് തുടരുന്നത്. കൃത്യമായിട്ട് ആർക്കും പറയാൻ പറ്റുന്നില്ല. ഇവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഏതൊക്കെയോ ഗ്രാമപ്രദേശത്ത് വെറുതെ പന്ത് കളിച്ച് നടന്നിരുന്ന ആളുകളൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോഴിക്കച്ചവടമൊക്കെ ആയിട്ട് നടന്നിരുന്ന ആളുകൾ, ആട് കച്ചവടമൊക്കെ ആയിട്ട് നടന്നിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ KSUവിൻ്റെയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വത്തിലേക്ക് എത്തുകയും ചാനൽ ചർച്ചകളിൽ വരികയും അതിനുശേഷം കോൺഗ്രസിനെ തന്നെ ഹൈജാക്ക് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ വളരാനുള്ള ഒരു സാമ്പത്തിക ശക്തി അല്ലെങ്കിൽ ഒരു സാമ്പത്തിക കരുത്ത് ഇവർ എവിടെ നിന്ന് ആർജിച്ചു എന്ന് കേരളത്തിന് അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഒന്നും നോക്കിക്കേ, കോൺഗ്രസ് എന്ന് പറയുന്നത് ഇത്രയും രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരളത്തിൽ. ആ പ്രസ്ഥാനത്തിന് വളരെ പാരമ്പര്യമുള്ള നേതാക്കന്മാരാണ് ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ ആയിക്കൊള്ളട്ടെ, ഈ പറഞ്ഞ VM സുധീരൻ ആയിക്കൊള്ളട്ടെ, K സുധാകരൻ ആയിക്കൊള്ളട്ടെ, സണ്ണി ജോസഫ് ആയിക്കൊള്ളട്ടെ. സണ്ണി ജോസഫൊക്കെ ഈ അടുത്ത കാലത്താണ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരുന്നത്. അതിനു മുമ്പൊക്കെ അദ്ദേഹം ഒരു ജില്ലാ രാഷ്ട്രീയമായിട്ട് മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ പോലും ത്രട്ടൺ ചെയ്ത് പേടിപ്പിച്ച് നിർത്താൻ ശേഷിയുള്ള ഒരു ശക്തിയാണ് ഈ ഷാഫി പറമ്പലിൻ്റെയും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ക്രിമിനൽ സിൻഡിക്കേറ്റ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ഒരു കാര്യം മനസ്സിലാക്കുക: VD സതീശനും ഒരു സമയത്ത് ഈ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായിട്ട് നിർഭാഗ്യവശാൽ പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഹൈപ്പ്, റീൽസുകളിട്ട്, കാരണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിനകത്ത് അരുൺ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ഒരു റീൽസ് കാണിച്ചിട്ട്. ആ റീൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷാഫി പറമ്പിലിൻ്റെ ഒരു റീൽസാണ്. ഒരു വണ്ടിയിൽ വന്നിറങ്ങുന്നു, അതിനുശേഷം ഓടി ഒരു ചായക്കടയിലേക്ക് കയറുന്നു, അതിനുശേഷം അവിടെ അടുക്കളയിലേക്ക് പോകുന്നു. ഈ അടുക്കളയിൽ പോലും ഇവർ ഓടുന്നു. ഇത് റീൽസായിട്ട് അവർ ചിത്രീകരിക്കുന്നു. റീൽസ് ചിത്രീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ മൊത്തത്തിൽ മാറും, ഇവരുടെ ക്യാരക്ടറെ മാറും. പിന്നെ ഇവരാരും മൈൻഡ് ചെയ്യത്തില്ല. അതോടൊപ്പം ഈ ഭാരത് ജോഡോ യാത്ര നടക്കുന്ന സമയത്ത് കൊച്ചിയിൽ വെച്ച് ഞാൻ കണ്ടു, വെറുതെ ഇങ്ങനെ ഒരു ഓളം ഉണ്ടാക്കത്താണ്. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ ഒരു ആൾക്കൂട്ടത്തിൽ ഒരു 4-5 ബൗൺസേഴ്സിനൊക്കെ ആയിട്ട് നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകളെല്ലാം നോക്കും, ഇതാരാണ് ഈ നടന്നു പോകുന്നത് നോക്കും. അങ്ങനെയാണ് ഈ മാളുകളിലൊക്കെ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുന്നത്. ഈ മറ്റേ ബിഗ് ബോസ് സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം അതൊക്കെ അവരുടെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണത്. കാരണം കുറേ ആൾ കൂടുന്നൊരു സ്ഥലത്ത് ഒരു 5-6 ബൗൺസേഴ്സൊക്കെ ആയിട്ട്
ഇവരിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഇവരെ ഒന്നും ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കുന്നില്ല. പക്ഷെ എന്നാലും ഇവരെ ഒരു ആംബിയൻസ് ഉണ്ടാക്കും. അതേപോലെയുള്ള ഒരു ആംബിയൻസ് സൃഷ്ടിക്കാനായിട്ട് ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലും സാധിച്ചു എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ വിജയം എന്ന് പറയുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തെ നേരിടുന്ന ഒരു ജനകീയ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു സമരം നടത്തിയതിൻ്റെ പേരിലോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു സമരത്തിൻ്റെ പേരിലോ ഒന്നുമല്ല ഇവർ അറിയപ്പെടുന്നത്. ഇവരാകെപ്പാടെ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ റീൽസ് മത്സരം മാത്രമാണ്. കാരണം ഇവർ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ കണ്ണാടി എടുക്കുന്നു, എനിക്കൊന്ന് കുളിക്കുക പോലും ചെയ്യത്തില്ല. അതിന് മുമ്പ് തന്നെ ഈ റീൽസിന് ക്യാമറമാൻ റെഡിയായിട്ട് പുറത്തുണ്ടാവും. ഉടനെ തന്നെ റീൽസ് എടുക്കുക, ഇടുക. ഇതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ഇവർ നടത്തിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ 2021 ഈ രണ്ടാം പിണറായി സർക്കാർ തന്നെ ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പോൾ ഒരു പ്രതിപക്ഷ പ്രവർത്തനവുമില്ലാതെ, കാരണം പരാജയപ്പെട്ടു പോയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്മാരിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഷാഫി പറമ്പിൽ. ഒരു സംശയവും തർക്കവും ആർക്കും വേണ്ട. ഞാൻ പറഞ്ഞു, ജലപീരങ്കിക്ക് മുമ്പിൽ പോയി വെള്ളം ചീറ്റിച്ച് റീൽസ് എടുത്തിടുന്നതല്ല സമരം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു സമരത്തെ മുൻപോട്ട് നയിക്കാൻ ഇപ്പം ഞാൻ പറയട്ടെ, PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം ഉണ്ടായിരുന്നു 2021 കാലഘട്ടത്തിലൊക്കെ. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരമുണ്ടായിരുന്നു. ആ സമര കാലഘട്ടത്തിലൊക്കെ ഇരിക്കുന്ന ഷാഫി പറമ്പിലായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ. എന്ത് ചെയ്തെന്നേ? ആ ചെറുപ്പക്കാർ അവിടെ നടത്തിയ സമരത്തിന് പിന്തുണയുമായിട്ട് എന്ത് ചെയ്തു? ഒരു പ്രാവശ്യം കാണ്ടി ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി എന്നുള്ളതിനപ്പുറത്തേക്ക് സംസ്ഥാന വ്യാപകമായിട്ട് ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കുമായിരുന്നു. ഈ ഒരു വിഷയത്തെ ഇവരെന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ കുറേ ആളുകളെ ഇവരുടെ ഫാൻസ് ബേസ്, അതായത് സിനിമാ നടന്മാർക്കും അതോടൊപ്പം തന്നെ സെലിബ്രിറ്റീസിന്, അതായത് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിന് ഒക്കെ ഉള്ളതുപോലെ ചില ആരാധകരെ സൃഷ്ടിച്ചെടുത്തു. ഈ ആരാധകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ട് തല്ലാനും കൊല്ലാനും ഒന്നും നിൽക്കത്തില്ല. സോഷ്യൽ മീഡിയയിൽ എന്ത് കൊട്ടേഷൻ ഇവരേറ്റെടുക്കും. VD സതീശനെ പറ്റിയ അബദ്ധം അതാണ്. VD സതീശൻ ഈ ക്രിമിനൽ സിൻഡിക്കേറ്റിന്റെ ഭാഗമാകാനായിട്ടുള്ള കാരണം ഇതാണ്. VD സതീശൻ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, സോഷ്യൽ മീഡിയക്കകത്ത് ഇവരൊരു പോസ്റ്റ് ഇട്ട് 1 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് 10,000 ലൈക്ക്. ഇതൊരു AI തട്ടിപ്പാണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു ബോട്ട് സംവിധാനമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് VD സതീശന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനം വരെ കാത്തിരിക്കേണ്ടി വന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് ഒരു സോഷ്യൽ മീഡിയ തട്ടിപ്പാണ് എന്നുള്ള കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കോൺഗ്രസിനകത്ത് എത്രയോ കരുത്തരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. ഈ പറയുന്ന K മുരളീധരനുണ്ട്, രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, ചാണ്ടി ഉമ്മനുണ്ട്, എത്ര CR മഹേഷുണ്ട്, എത്രയോ മര്യാദക്കാരായിട്ടുള്ള എത്രയോ ചെറുപ്പക്കാരുണ്ട്, JS അഖിലുണ്ട്, ശബരിനാഥനുണ്ട്, എത്രയോ നല്ല നേതാക്കന്മാർ കോൺഗ്രസിനകത്ത് കിടക്കുന്നു. VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇങ്ങനെയൊക്കെയുള്ള വലിയ നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്ത് ഇരിക്കുന്ന സമയത്താണ് എന്തിനേറെ പറഞ്ഞത് ശരത്ചന്ദ്ര പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യം നമ്മൾ വിസ്മരിച്ചു പോയിക്കൂടാ. കാരണം ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാരെ ഒക്കെ പേടിപ്പിച്ച്, ഒരു വിരൽത്തുമ്പിൽ പേടിപ്പിച്ച് നിർത്താൻ ശേഷിയുള്ളവരായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും എങ്ങനെ മാറി? അതിനുള്ള ഒരു സോഴ്സ് എന്താണ്? അതിനുള്ള ഒരു ശക്തി എന്താണ്? ഇവര് കഴിഞ്ഞ 9 ദിവസം കേരള പോലീസിനെ വെട്ടിച്ച് ഈ രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ കഴിഞ്ഞത് എങ്ങനെയാണ്? സുകുമാരക്കുറിപ്പ് ചെയ്തതുപോലെ തന്നെ ഒളിവിൽ കഴിയാനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ സഹായിച്ചതാരാണെന്നേ. ഒരു ആളുടെയും പുറമേ ഒരാളുടെ സഹായമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഓടി നടക്കാൻ വേണ്ടി സാധിക്കുമോ? ആ സമയത്താണ് നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്. ബാംഗ്ലൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ബന്ധം എന്താണ്? ഒരു ബന്ധവും ഇല്ല. പക്ഷെ പിന്നീട് അവിടെ ആർക്കാണ് ബന്ധമുള്ളത്? AICCയുടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് ഷാഫി പറമ്പിലിന് ബാംഗ്ലൂരിന്റെ ചുമതലയുണ്ടായിരുന്നേ, കർണാടകയുടെ ചുമതലയുണ്ടായിരുന്നു. അന്ന് കർണാടകയിൽ ഷാഫി പറമ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ഉപയോഗിച്ചു. ആ ബന്ധത്തിലാണ് രാഹുൽ മാങ്കൂട്ടം ഇന്ന് കർണാടകയിൽ സുഭിക്ഷമായി ഒളിവിലിരിക്കുന്നത്. കർണാടക ഭരിക്കുന്നതാരാണ്? കോൺഗ്രസ് ആണ്. ഷാഫി സീറ്റ് കൊടുത്തിട്ടുള്ള എത്ര MLA അവിടെ ഉണ്ട്? കാരണം കർണാടകയിലൊക്കെ ഒരു സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലമായിട്ട് എത്ര കോടി കിട്ടും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എത്ര കോടി കൊടുക്കാനും തയ്യാറാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ഒക്കെ ഒരു ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 5-10 കോടി കൊടുക്കാൻ തയ്യാറായിട്ട് നിന്നവരെ ഒക്കെ നമുക്കറിയാം. കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഷാഫിയുടെ സഹായത്തോടു കൂടി സീറ്റ് കിട്ടിയിട്ടുള്ള ഒരു MLA ആയിക്കോട്ടെ, അയാളൊരു പക്ഷെ മന്ത്രി ആയിരിക്കാം ഇപ്പോൾ. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസിന് പിടിക്കാൻ പറ്റുമോ? കേരള പോലീസിന് പിടിക്കാൻ പറ്റുമോ? ഒരു കൊടും ക്രിമിനൽ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്ര ദിവസം ഒളിവിൽ കഴിയാൻ സാധിക്കുന്നത് പിന്നെ എങ്ങനെയാണെന്നേ? അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനകത്തെ ഈ ക്രിമിനൽ സംഘത്തെ ഇല്ലായ്മ ചെയ്യേണ്ടത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. പലരും പറയുന്നുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസ് വികാരം. ഒരു കോൺഗ്രസ്സുകാരൻ രാഹുൽ മാങ്കൂട്ടം ബേസിക്കലി ഒരു കോൺഗ്രസ്സുകാരനല്ല. ഒരു കോൺഗ്രസ്സുകാരനും ഇതുപോലെ കൊടും ക്രൂരത ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം മാനസിക വൈകല്യം ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് അല്ലേ വേണ്ടത്? ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വന്നതിന് ശേഷം ആദ്യമായിട്ട് ആവശ്യപ്പെടാൻ പോകുന്ന ഒരു കാര്യം ഇതായിരിക്കും.
റേപ്പ് നിയമവിധേയമാക്കണമെന്ന്. ഭരണഘടനയിൽ ആണുങ്ങളുടെ അവകാശമായിട്ട് റേപ്പ് എഴുതി ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഒരുപക്ഷെ ആദ്യമായിട്ട് ആവശ്യപ്പെടാൻ പോകുന്നതായിരിക്കാം. ഒരുപക്ഷെ രാഹുൽ ഈശ്വർ ജയിലിൽ നിന്നും കൂടെ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് രാഹുൽ മാങ്കുട്ടവും രാഹുൽ ഈശ്വറും പിന്നെ എൽദോസ് കുന്നപ്പള്ളിയും ഈ രാഹുൽ ഈശ്വറിന്റെ പുറകെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടെ ചേർന്നുകൊണ്ട് ഒരു വലിയ സമരം ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമുക്ക് കാണേണ്ടി വരും. കാരണം റേപ്പ് ഭരണഘടനയിൽ ആണുങ്ങളുടെ അവകാശമാക്കണം. ഇതായിരിക്കും രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനകത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ക്രിമിനൽ സിൻഡിക്കേറ്റിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഇപ്പോഴെങ്കിലും കോൺഗ്രസ് നേതൃത്വം തയ്യാറാവാത്ത പക്ഷം കോൺഗ്രസിന് ഭാവിയിൽ ഉണ്ടാവുന്ന ദോഷം നിസ്സാരമായിരിക്കില്ല. ഇവർ വർഗീയതയെ കൂട്ടുപിടിക്കുന്നുണ്ട്, ഇവർ വിദേശ ശക്തികളെ കൂട്ടുപിടിക്കുന്നുണ്ട്, ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശേഷിയുള്ള വിദേശ ശക്തികളുടെ കൂട്ടുപിടിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യം NIA അന്വേഷിക്കണമെന്നേ. കാരണം ഇവരുടെ വളർച്ച ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തും സാധിക്കും, ആരെയും കൊല്ലാൻ സാധിക്കും എന്നൊക്കെ എത്ര ഈസി ആയിട്ടാണ് ഇവർ പറയുന്നത്. ജീവൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു സിൻഡിക്കേറ്റ് ഉണ്ടെന്നുള്ള കാര്യം ബാക്കിയുള്ള മുതിർന്ന നേതാക്കൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് അതിന് ഇല്ലായ്മ ചെയ്യാനോ അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാനോ തയ്യാറാവാതെ വരുന്നത്? ഇതിനകത്ത് ഈ ക്രിമിനൽ സിൻഡിക്കേറ്റിനെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടി ആദ്യമായിട്ട് മുൻപോട്ട് വരേണ്ടത് KC വേണുഗോപാലാണ്. പക്ഷെ KC വേണുഗോപാലിനെ പിന്നോട്ട് വലിക്കുന്ന ചില ചരിത്രം KC വേണുഗോപാലിനുണ്ട്. നെഗറ്റീവായിട്ടുള്ള ചില ചരിത്രമുണ്ട്. സോളാർ നായികയുമായി ബന്ധപ്പെട്ടിട്ട് KC വേണുഗോപാലിനെതിരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ നമുക്കറിയാം. ആ കേസ് തള്ളിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ സാധിക്കുമെങ്കിലും സത്യം എപ്പോഴും സത്യമായിട്ട് തന്നെ അവശേഷിക്കുന്നു. ഇവരുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇവർക്കുള്ള ആ ഒരു സ്വാധീനം ഉപയോഗിച്ച് KC വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്ത് ഇല്ലാതാക്കാനായിട്ട് ഒരു ദിവസം പോലും വേണ്ടി വരും, ഒരു മണിക്കൂർ പോലും ഈ ക്രിമിനൽ സംഘത്തിന് വേണ്ടി വരത്തില്ല. ആ ഒരു ഭയം, പേടി KC വേണുഗോപാലിന് ഉള്ളത് കൊണ്ട് തന്നെയാണ് KC വേണുഗോപാൽ ഇവർക്കെതിരെ ഒരക്ഷരം മിണ്ടാതെ നിൽക്കുന്നത്. KC വേണുഗോപാൽ വിചാരിച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ KCക്ക് അപ്പുറത്തേക്കുള്ളൊരു ബന്ധം ഷാഫി പറമ്പിലിന് റോബർട്ട് വധേരയുമായിട്ടുണ്ട്. ഈ റോബർട്ട് വധേരയും ഷാഫിയും തമ്മിലുള്ള ബന്ധം അത് തന്നെയാണ് ഈ ക്രിമിനൽ സിൻഡിക്കേറ്റിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. കാരണം ഇവരുടെയൊക്കെ പിന്നിൽ ആരെങ്കിലുമൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, കോൺഗ്രസ് പുറത്താക്കിയ ഒരു MLAയുടെ കൂടെ ആളുകൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ബന്ധത്തെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണ ഈ കൂടെ നടക്കുന്നവർക്കുണ്ടാവുമല്ലോ. എന്ത് സംഭവിച്ചാലും തങ്ങളെ ഇവർ സംരക്ഷിച്ചു കൊള്ളും എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിലില്ലേ? അതല്ലെങ്കിൽ കോൺഗ്രസ് നടപടി എടുക്കണ്ടായിരുന്നോ? കാരണം കോൺഗ്രസ് പുറത്താക്കിയ ഒരു MLAയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ പരിപാടികളിൽ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നടപടി എടുത്ത് പുറത്താക്കാത്തത്? എന്തുകൊണ്ടാണ് പുറത്താക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്ത സമയത്തും എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു അയാളുടെ സഹായിയായിട്ട് ചെന്നിരുന്നത്. എന്താ ഇപ്പോഴും ഷാഫി പറമ്പിലല്ലേ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഈ K മുരളീധരനെ പോലെയോ അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ, രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ആളുകൾക്ക് മാത്രമേ ഈ പറഞ്ഞ ഈ ക്രിമിനൽ സിൻഡിക്കേറ്റിനെതിരെ പ്രതികരിക്കാൻ സാധിക്കത്തുള്ളൂ. ഒളിച്ചു വെക്കാൻ ഒരുപാടുള്ള, അല്ലെങ്കിൽ പഴയ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ മറയ്ക്കാൻ ഒരുപാടുള്ള ആളുകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലിനെയും ഭയപ്പെടും. കാരണം ഇവരൊരു വലിയ സോഷ്യൽ മീഡിയ കിങ് ആണ് എന്ന്, അല്ലെങ്കിൽ ഡോൺസ് ആണ് എന്ന് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാലും ഒരു കാര്യം പറയാം, കേരളത്തിലെ പൊതുസമൂഹം ഒരു കാരണവശാലും ഈ ക്രിമിനൽ സിൻഡിക്കേറ്റിനെ ഇനിയധികം വാഴിക്കാൻ തയ്യാറാകും എന്നെനിക്ക് തോന്നുന്നില്ല.